അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, പോലീസിലെ ക്രിമിനൽ വൽക്കരണം മതാസ്പദമാക്കിയായിരുന്നു ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മറുപടി പ്രസംഗത്തിൽ പുച്ഛമായിരുന്നു മുഖ്യമന്ത്രിക്ക്. മാത്രമല്ല, അദ്ദേഹം പരിഹസിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കേരളത്തിൽ അടിക്കടി ഉണ്ടായിട്ടും അതൊന്നും ഗൗരവത്തോടെ അതിൻ്റെ ഗുരുതര സ്വഭാവം ഉൾക്കൊള്ളാതെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഈ പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനം കൈക്കൊണ്ടു. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് മുഖ്യമന്ത്രി പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു, അവർക്ക് കുടപിടിക്കുന്നു എന്ന് തന്നെയല്ലേ? അതിപ്പോൾ ഒരു ചർച്ചയിൽ ചോദിച്ചാൽ കേരളത്തിലെ ബുദ്ധി ഉറച്ച കുട്ടികൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം ബഹുമാനനായിട്ടുള്ള സഹപാനലിസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഒരു പഴഞ്ചൊല്ലിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ വേദമോതിയിട്ട് കാര്യമില്ലല്ലോ ചില വിഭാഗങ്ങളുടെ ചെവിയിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മർഡർ എത്രയാണ്? 2016 മുതൽ 2024 ഡിസംബർ വരെ ഈ കേരളത്തിൽ നടന്നത് 2887 കൊലപാതകങ്ങളാണ്. ഈ കേരളത്തിൽ നടന്നത് 6608 കൊലപാതക ശ്രമങ്ങളാണ്. ഈ കേരളത്തിൽ നടന്നത് 19887 റേപ്പാണ്. ഈ കേരളത്തിൽ നടന്നത് 7800ഓളം കവർച്ചയാണ്. ഈ കേരളത്തിൽ 10-20,000 മറ്റ് പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നു. ആരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ. ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ലോ ആൻഡ് ഓർഡർ പോലീസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഒരാൾ തെറ്റ് ചെയ്താൽ, ഒരാളൊരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്താൽ, അല്ലെങ്കിൽ ഒരാൾ ഒരു നാടിന് ദോഷകരമാകുന്ന ഒരു പ്രവൃത്തി ചെയ്താൽ ചെയ്തതിന് ശേഷം അവിടെ ഓടിയെത്തുക, ചാടിയിറങ്ങുക, അവനെ തേടിപ്പോവുക, ബോംബെയിലേക്കും താനയിലേക്കും കോയമ്പത്തൂരിലേക്കും കാട്ടിലേക്കും മേട്ടിലേക്കും ഇങ്ങനെ ഓടി നടക്കുക, അവനെ കൊണ്ടുവരിക, കൊണ്ടുവന്ന് ജീപ്പിൻ്റെ പുറകിലെടുത്ത് അവനെ കൊണ്ടുപോയി പ്രഹസനം. ആ പ്രഹസനം എന്താണ്? അവിടെ പോയി നിർത്തുന്നു, ഇവിടെ പോയി നിർത്തുന്നു, ഇപ്പുറത്ത് പോയി നിർത്തുന്നു. ഇതല്ലല്ലോ പോലീസ് എന്ന് പറയപ്പെടുന്നത്. ലോ ആൻഡ് ഓർഡർ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട വ്യക്തികൾ അതിൽ പരാജയപ്പെടുന്നു എന്ന് പറയപ്പെടുന്നത് അവിടെ ലോ ആൻഡ് ഓർഡറിനെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇവിടുത്തെ നിയമവാഴ്ചയ്ക്ക് ദോഷകരമായിട്ടോ സമാധാനാന്തരീക്ഷത്തിന് ദോഷകരമായിട്ടോ ഒരു പ്രവർത്തനം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ സാധ്യതയെപ്പോലും തടയുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ്. കേരളത്തിലെ പോലീസിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ. അച്ഛൻ ഒരു കൂസലമില്ലാതെ അമ്മയെ വെട്ടിക്കൊല്ലുന്നു, അമ്മ ഒരു കൂസലുമില്ലാതെ മക്കളെ വെട്ടിക്കൊല്ലുന്നു, അനിയൻ ചേട്ടനെ വെട്ടിക്കൊല്ലുന്നു. ഇനി കഞ്ചാവ് വലിച്ച് വട്ടം തിരിഞ്ഞ മക്കൾ അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല്ലുന്നു. ആ പാലക്കാടുള്ള ഒരു തെമ്മാടി വന്നിട്ട് അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അച്ഛമ്മയെ കൊല്ലുന്നു. അപ്പുറത്തെ വീട്ടിലെ ഒരാളെയും കൂടി കൊല്ലാൻ സാധിച്ചില്ലോ എന്നുള്ള അവൻ്റെ ഗദ്ഗതം. എന്നിട്ട് അവന് കാലത്ത് മുട്ടക്കറിയും അപ്പും മേടിച്ചു കൊടുക്കാൻ പോലീസിന് വലിയ തിരക്ക്. പത്തനംതിട്ടയിൽ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് വേറലി പിടിച്ച പോലീസുകാർ അങ്ങ് പൂശാണ് വണ്ടി നിർത്തി പിടിച്ചിട്ട്. ചിക്കൻ വണ്ടി പുറത്ത് നിർത്തിയിട്ട് ഒരു കല്യാണ വീട്ടിൽ പോയ ആൺപെൺ വ്യത്യാസമില്ലാതെ പോലീസ് അങ്ങ് കൈകാര്യം ചെയ്യുന്നു. അത് കഴിഞ്ഞു ഈ പോലീസിന്റെ നേതൃത്വത്തിൽ കൈക്കൂലി അവർ 1ാം സ്ഥാനത്തുണ്ടാവും. എല്ലാവിധ സകല തെമ്മാടിത്തരങ്ങളും. CI വന്ന് DYSPയെ ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് പിടിക്കുക. DYSP കള്ളു കുടിച്ച് ലക്കും ലഗാനും കെട്ട് വണ്ടി ഓടിക്കുമ്പോൾ CI അറസ്റ്റ് ചെയ്യുക. വേറെ ക്രൈം റെക്കോർഡ്സ് DYSP ഞാൻ നമ്മുടെ ചാനലുകളിൽ കണ്ടതാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടന്നു, എന്തെല്ലാം ക്രൂരതകൾ നടക്കുന്നു. വെട്ടിക്കൊലപാതകങ്ങൾ, വിഷം കൊടുത്തു കൊല്ലുക, മറ്റേ കഷായം കൊടുത്തു കൊല്ലുക, ജ്യൂസ് കൊടുത്തു കൊല്ലുക, കൂടെ കെടുക്കുമ്പോൾ വൈകുന്നേരം വെട്ടിക്കൊല്ലുക, ഇനി കൊന്ന് കുഴിച്ചു മൂടിയാൽ അതാരും അറിയാതെ നോക്കുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കണ്ട് കേരളം ഞെട്ടി വിറങ്ങലിച്ച് നിൽക്കല്ലേ. ചെറിയ കുഞ്ഞു മക്കളുടെ കണ്ണീരല്ലേ വരുന്നത്. അവിടെ മദ്യം മയക്കുമരുന്ന് ലോബികളില്ലേ? ഈ മദ്യം മയക്കുമരുന്ന് MDMA പോലെയുള്ള പാർട്ടികൾ ഇങ്ങനെ യഥേഷ്ടം തുടരുമ്പോൾ അതിനെ കടിഞ്ഞാണിടാൻ പോലും ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിളനിലമായി കേരള സംസ്ഥാനം മാറിയിട്ടും
അതിനെയൊന്നും ഉൾക്കൊള്ളാനോ അതിനെ കാണാനോ അതിനെ തിരുത്താനോ അതിന് പ്രതിവിധി ചെയ്യാനോ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണണം. ഇന്ന് എന്താ 3-4 ശബ്ദം പുറപ്പെടുവിച്ചു കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് വന്ന വീഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വ്യക്തി അതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് അദ്ദേഹം കുറച്ച് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി എന്താണ്? ഔ ഹാ ഹോ. എനിക്ക് മനസ്സിലായില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത്. ആ രാഷ്ട്രീയത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇത് എന്താണെന്നറിയോ, തോറ്റവനെ സംബന്ധിച്ചിടത്തോളം, കഴിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം, കഴിവുകെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന ഭാവമാണ് പുച്ഛമെന്ന് പറയപ്പെടുന്നത്. അവനവനെ കൊണ്ട് സാധിക്കില്ല എങ്കിൽ അത് സാധിക്കില്ലെന്ന് പറയുകയല്ലേ ചെയ്യുക, അവർ പുച്ഛിക്കും. കേരളത്തിലെ CPM സ്വന്തം പാർട്ടി തന്നെ എടുക്കുക, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സമ്മേളനങ്ങൾ അങ്ങനെ തുരുതുര നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ആ ജില്ലാ കമ്മിറ്റികളിൽ വന്നിട്ടുള്ള വിമർശനമാർക്കെതിരെയാണ്. അവരുടെ സ്വന്തം പാർട്ടി എന്താ പറയുന്നത്? പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു. പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയല്ല, അതിൻ്റെ കടിഞ്ഞാണ് ഈ ബഹുമാനായിട്ടുള്ള ആളുടെ കയ്യിലില്ല. അതിങ്ങനെ അഴിഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആലങ്ങാടൻ്റെ പട്ടിജാതി ഇങ്ങനെ ആരുടെയും കടിക്കും, ആരുടെയും മെക്കെട്ട് കയറും, എന്തും ചെയ്യും. ഈ കേരളത്തിലെ ജനങ്ങൾ ജാഗ്രതയിൽ എന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് എഴുതി വെച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ വ്യക്തികൾ പോകുന്നു. യുവാക്കൾ എന്ന് പറയപ്പെടുന്നത് വഴിതെറ്റിപ്പോകുന്ന പ്രവർത്തനങ്ങൾ നയിക്കുമ്പോൾ അതിൻ്റെ കച്ചവടക്കാരെ, അതിൻ്റെ കാരിയേഴ്സിനെ പിടിക്കാൻ പോലീസ് കാണുന്നില്ല, അല്ലെങ്കിൽ പോലീസും ആ അഭ്യാസത്തിന് കൂട്ടുനിൽക്കുന്നു. എല്ലാ ക്രിമിനൽ പരിപാടികളുടെയും ഒരു തറ്റം പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ പുണ്യാളന്മാർ അതിനകത്തുണ്ടാവും. അപ്പം അതിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു. ചില വിഷയങ്ങളിൽ ഇവർക്ക് പ്രതികളെ കാണാതെ, ചില വിഷയങ്ങൾ ഇവർ നാഴികക്ക് 40 വട്ടം ഒരേ സ്ഥലത്തേക്ക് ഇവർ ടാർഗറ്റ് ചെയ്തു പോകുന്നു. ഇവരുടെ കൂടെ നടന്ന MLA അൻവർ ആണല്ലോ പറഞ്ഞത്. അതായത് ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP MR അജിത് കുമാർ, ആ അജിത് കുമാർ ഒരു കൊലക്കേസിൽ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചു. അതിൽ അന്വേഷണം നടത്തിയില്ല. മനസ്സിലായി. മാത്രമല്ല ഈ പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ട് ഇദ്ദേഹത്തിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞു, അന്വേഷിച്ചില്ല. അന്നെല്ലാം ഈ ADGPയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അപ്പോൾ നോക്കൂ, അത്തരം ആരോപണങ്ങളിൽ പോലും പോലീസ് ഭരിക്കുന്നവർ അല്ലെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നവർ ഇവരെല്ലാം ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും വളരെ സജീവമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടില്ലല്ലോ. അന്ന് ഏതോ അന്വേഷണ സംഘത്തെയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. എന്തായി ഏതായി എന്ന് പോലും അറിയാത്തൊരവസ്ഥയല്ലേ ഇപ്പോൾ? അതിന് കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രത്യേക തരം ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കില്ലേ. കേരളത്തിൽ ഒരിക്കലും ഇപ്പോൾ CI, DYSP, SI, IG, DIG ഇങ്ങനെ ഇല്ല. കേരളത്തിൽ എല്ലാവരും SIT മെമ്പർമാരാണ്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മെമ്പർമാരാണ്. കാരണം ഒരു ദിവസം 17 തവണ SIT ഉണ്ടാക്കണം. കാരണം മിനിമം 17 കാര്യങ്ങൾ ഒരു ദിവസമെങ്കിലും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ പോലീസിൽ ഈ റാങ്കിങ് എന്ന് പറയപ്പെടുന്നത് SIT ഹെഡ്, SIT മെമ്പർ, SIT സബ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ സമൂഹത്തിലെ ആഭ്യന്തര വിഭാഗം മാറി. കേരളത്തിലെ പോലീസിനെ കുറിച്ച്, ഇവിടുത്തെ ADGPയെ കുറിച്ച് ഇവരുടെ വിഭാഗത്തിലെ ആളുകൾ തന്നെ സ്വർണം പൊട്ടിക്കുന്നത്, കള്ളപ്പണം പൊട്ടിക്കുന്നത്, കുഴൽപ്പണ പരിപാടികൾ, സകലവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിനന്വേഷിക്കാൻ ഇവർ തയ്യാറാകില്ല. കാരണം എന്താണ്? ആ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയോ അന്വേഷണത്തിന് തയ്യാറാവുകയോ അന്വേഷണം പുറത്തു വരികയോ ചെയ്താൽ ആ വ്യക്തി എങ്ങാനും വാ തുറന്ന കഴിഞ്ഞില്ലേ കേരളം, പ്രകമ്പനം കൊള്ളില്ലേ കേരളത്തിനകത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ കൃത്യമായി അതിനെ സപ്രസ് ചെയ്യുന്നു. ആ രാഷ്ട്രീയത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരള ജനത ഒരു 9 വർഷമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദയനീയത, ഭയപ്പാടോടുകൂടി ഉറങ്ങാനാവുന്നില്ല, ഉണ്ണാനാവുന്നില്ല, നിൽക്കാനാകുന്നില്ല, നടക്കാനാകുന്നില്ല, സാധാരണക്കാരന് ജീവിക്കാൻ, ഭയപ്പാടില്ലാതെ ജീവിക്കാൻ ഈ മണ്ണിൽ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാഴിക്ക് 40 വട്ടം ഗോവിന്ദൻ പറയുന്നത് പോലെ ഉണ്ണിയപ്പം കൊണ്ട് വിൽക്കാൻ സാധിക്കില്ല.
അമൂർത്തമായതിന്റെ മൂർത്തമായ ഉത്തരത്തിന് അമൂർത്തമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ മൂർത്തമായ തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞാലും കാര്യമില്ല. നിങ്ങളല്ല ഞാനെന്നും ഞാനായ ഞാനല്ല നിങ്ങളെന്നും ഒരു ന്യായം പറഞ്ഞാലും അത് കൃത്യമാകില്ല. ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിന്റെ സർക്കാർ പരാജിതമാണ് എന്ന് മാത്രമല്ല, ഈ നാടിന്റെ ഒരു ദുരന്തവുമാണ്, ഈ നാടിന്റെ ഒരു ദോഷവുമാണ്. ഈ നാടിന് ആപൽക്കരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഒരു വൃത്തികെട്ട വർഗത്തിന്റെ ഒരു കൂട്ടായ്മയായി അത് പരിണമിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് തീർക്കാൻ എത്ര കാലം വേണം? ജനാധിപത്യ കേരളം കാത്തിരിക്കുന്നു ഈ 2026 വരെ. അതുവരെ എന്തെല്ലാം ഭീകരത നമ്മൾ കാണേണ്ടി വരും, ഏതെല്ലാം സ്ഥലങ്ങൾ നമ്മൾ ഭയപ്പാടോടുകൂടി കാണേണ്ടി വരും, എത്ര പേർ ഇനിയും നമ്മളെ വിട്ട് ഈ നരാധമ കൂട്ടക്കൊലകളും മറ്റു കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഇവിടെ ഉണ്ടായേക്കാം. ഒരു പോലീസും അതിനെ എതിരായി പ്രവർത്തിക്കില്ല. അവർ അത് കഴിഞ്ഞാൽ ഓടി വരും അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചിക്കൻ കറിയും വെള്ളയപ്പവും മേടിച്ചു കൊടുക്കാൻ. ഓർക്ക് അതിന് പറ്റിയ ടീമാ. അത് മാത്രമേ ഇവിടെ നടക്കുള്ളൂ. എന്തായാലും 1.5 വർഷമെങ്കിലും പ്രാർത്ഥിച്ച് തൊഴുത് ഇവർക്ക് നടക്കുക. നമ്മുടെ സ്വയം രക്ഷ നമ്മൾ സ്വയം തീരുമാനിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് ഈ ബഹുമാനിനൊന്നും ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് വരെ ക്ഷമിക്കാനല്ലേ സാധിക്കുള്ളൂ.